എല്ലാവർക്കും നമസ്കാരം. മണ്ഡലമാസമാണ്. അതുകൊണ്ട് തന്നെ യാത്ര വേറെ എങ്ങോട്ടുമല്ല, മലയ്ക്ക് തന്നെയാണ്. വീടിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീ ചാക്യാൻകാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് പുലർച്ചെ 4 മണിക്ക് കെട്ടുനിറച്ച് ഏകദേശം 15ഓളം ക്ഷേത്രങ്ങൾ കയറി പിറ്റേ ദിവസം വൈകിട്ട് 7 മണിയോടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെന്ന് പറയുമ്പോൾ 3 കുട്ടികളടക്കം 13 പേരാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. വൃശ്ചികമാസം 1-ന് ഇപ്പോൾ നമ്മളെല്ലാം ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, തിരക്ക് കണ്ടിട്ടുണ്ടാവും ശബരിമലയിൽ. ആ സമയത്താണ് ഞങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയത്. പക്ഷേ ആ സമയം ആയപ്പോഴേക്കും ഞായറാഴ്ചകളിലെ സ്ലോട്ടൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്ര. കുഞ്ഞിനെ കൊണ്ട് ഒരു നെയ്ത്തേങ്ങയൊക്കെ നിറപ്പിച്ചു. പിന്നെ കെട്ടൊക്കെ നിറച്ച് കഴിഞ്ഞ് എല്ലാവരും ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടുത്തെ നിവേദ്യമൊക്കെ കഴിച്ച് ഏകദേശം 7:15-ന് ഞങ്ങൾ ഇറങ്ങി. ആദ്യം മാങ്ങോട്ടുകാവ്, പിന്നെ പുത്തനാൽക്കൽ, അത് കഴിഞ്ഞ് അയ്യപ്പൻകാവ്. അങ്ങനെയാണ് യാത്ര. സാധാരണ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നട അടച്ചിട്ടുണ്ടാവും. ഇത്തവണ എവിടെയും നട അടയ്ക്കാതെ പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങാൻ സാധിച്ചു. 8:30-ന് ഞങ്ങൾ പട്ടാമ്പി എത്തി. പട്ടാമ്പി പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരം ഭക്ഷണം കഴിക്കാറ്. അവിടുന്ന് എല്ലാവരും ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിച്ചു. ഒരു 9 മണിയോടെ തൊട്ടടുത്തുള്ള ഞാങ്ങാട്രി ദേവീക്ഷേത്രത്തിലെത്തി. അത് കഴിഞ്ഞ് 10 മണി ആകുമ്പോഴേക്കും മമ്മിയൂരെത്തി. പക്ഷെ നമ്മളാരും മമ്മിയൂർ ഇറങ്ങാൻ നിന്നില്ല, കാരണം സമയക്കുറവുള്ളതുകൊണ്ട് ആരും മമ്മിയൂർ ഇറങ്ങിയില്ല. ഞങ്ങൾ നേരെ ഇറങ്ങിയത് ഗുരുവായൂരാണ്. ഗുരുവായൂരാണെങ്കിൽ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് തന്നെ ചുറ്റമ്പലത്തിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗോപുരത്തിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതിട്ടാണ് ഇറങ്ങിയത്. ഏറ്റവും ബാക്കിലായിട്ട് എല്ലാവരും നയിച്ചും കൊണ്ട് വരുന്ന ആളാണ് നമ്മുടെ ഗുരുസ്വാമി. ഗുരുസ്വാമിയുടെ 37ാമത്തെ മലയാണിത്. അടുത്ത ലക്ഷ്യം തൃപ്രയാറാണ്. പോകുന്ന വഴിക്കൊക്കെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഹൈവേയുടെ പണിയെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊല്ലത്തുണ്ടായ സംഭവം കൂടി വെച്ച് നോക്കിയാൽ ഒരു ഭാഗത്തുനിന്ന് പണി നടക്കുമ്പോൾ മറ്റേ ഭാഗത്തുനിന്ന് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 11:10 കൂടിയിട്ട് തൃപ്പയാറെത്തി. സാധാരണ ഏകാദശി ദിവസമാണ് ഞങ്ങൾ തൃപ്പയാറെത്താറ്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. ഇത്തവണ ഏകാദശി വരുന്നത് ഡിസംബർ 15-നാണ്. ഞങ്ങൾ വന്നത് ഇപ്പോൾ നവംബർ 30-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിക്കുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. 11:30 ആയപ്പോഴത്തേക്കും എല്ലാവരും തൊഴുതിറങ്ങി റോഡിന് പുറത്ത് വന്ന് ഞങ്ങളുടെ വണ്ടി കാത്തുനിന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും വണ്ടി വന്നു. എല്ലാവരും അതിൽ കയറി. ഞങ്ങൾ അടുത്ത് പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ്. കൊടുങ്ങല്ലൂരാണെങ്കിൽ 1 മണിക്ക് എത്തണം. 1 മണിക്ക് മുന്നേ എത്തണം, അല്ലെങ്കിൽ അവിടെ നട അടച്ചിട്ടുണ്ടാവും. 12:15-ന് ഞങ്ങൾ കൊടുങ്ങല്ലൂരെത്തി. ഏകദേശം ഒരു 12:40-ന് തൊഴുതിറങ്ങുകയും ചെയ്തു. റോഡിൻ്റെ മറുവശത്തായിട്ട് അയ്യപ്പന്മാർക്കുള്ള അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഇത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് കൊടുക്കാറ്. ഇത്തവണ എന്തോ പെർമിഷൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അത് പുറത്തോട്ട് മാറ്റിയതാണ്. ഭക്ഷണം സാമ്പാറും ഓലനും അച്ചാറും ഒക്കെ ആയിരുന്നു. അച്ചാറെന്ന് പറഞ്ഞാൽ ലൂഹിക്ക അച്ചാറായിരുന്നു. ഓരോ നാട്ടിലേക്ക് അതിന് ലൂപിക്കാന്നും ലോലോലിക്കാന്നും ഒക്കെയാണ് പറയണത്. അടുത്തത് ചോറ്റാനിക്കരയാണ്. അവിടെ വൈകുന്നേരം നട തുറക്കുന്നത് 4 മണിക്കാണ്. ഏകദേശം 3:15-ന് ഞങ്ങൾ കളമശ്ശേരി എത്താറായപ്പോഴാണ് ഇങ്ങനെയൊരു പകുതി വെച്ച് നിർമ്മാണം നടത്തിയ മേൽപ്പാലം കണ്ടത്. മെട്രോയുടെ ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കളമശ്ശേരിയിൽ നിന്ന് വണ്ടിയിൽ ഡീസലൊക്കെ ഫുള്ളാക്കി. 3,900-ന് അടിച്ചപ്പോഴത്തേക്കും ടാങ്ക് ഫുള്ളായിരുന്നു. 3:25-ന് ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. ഏകദേശം 3-4 വർഷത്തോളമായിട്ട് ഈ കാണുന്ന കുളം വൃത്തിയാക്കാതെ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്കൊക്കെ കുളിക്കാനുള്ള സംവിധാനം പുറത്താണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വരെ അവിടെ 10 രൂപയായിരുന്നു ഒരാൾക്ക് കുളിക്കാനുള്ള ചാർജ്. അത് ഈ വർഷം 30 രൂപ ആക്കിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം അയ്യപ്പന്മാരെ പിഴിയിൽ തന്നെയാണ്. 3:45-ന് ഞങ്ങൾ ക്യൂവിൽ കയറി. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് 2 ലൈനുകൾ. ഭിക്ഷാടനം നിരോധിച്ചും കൊണ്ടുള്ളൊരു ബോർഡാണത്. പക്ഷെ തമിഴിലേക്ക് ആകുമ്പോൾ അത് 4 ലൈനുണ്ട്. അപ്പോൾ തമിഴിൽ എന്താണത് എഴുതി വെച്ചിരുന്നതെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 4:20-ന് ഞങ്ങൾ മുകളിലെ അമ്പലത്തിലും അത് കഴിഞ്ഞ് കീഴ്ക്കാവിലും തൊഴുതു. അതിനുശേഷം എല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു. അടുത്തത് വൈക്കമാണ്. ഏകദേശം 5:30-ന് ഞങ്ങൾ വൈക്കത്തെത്തി. അവിടെ തിരക്ക് കുറവായിരുന്നു. വൈക്കത്ത് നന്ദികേശൻ്റെ ഇങ്ങനെയൊരു പ്രതിമ കാണാം. നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നന്ദികേശൻ്റെ ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരുന്നതാണ് വിശ്വാസം. നന്ദികേശൻ്റെ ചെവിയിൽ രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു 5:45 കൂടി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 6:10-ന് കടുത്തുരുത്തിയിലെത്തി. എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സമയം സന്ധ്യാസമയമാണ്. എല്ലാ തവണയും ഇവിടെ എത്തുമ്പോൾ സന്ധ്യ ആയിട്ടുണ്ടാവും.
അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് കടുത്തുരുത്തിയിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത ലക്ഷ്യം ഏറ്റുമാനൂരാണ്. സമയം 6:30 ആയപ്പോഴത്തേക്കും ഇരുട്ടായിട്ടുണ്ട്. 6:45 ഞങ്ങൾ ഏറ്റുമാനൂരെത്തി. അവിടെ പ്രധാന കവാടത്തിന് മുന്നിലായിട്ട് തന്നെ പരമശിവൻ നന്ദിയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ശില്പമൊക്കെ ഉണ്ട്. 7:30 ഞങ്ങൾ കടപ്പാട്ടൂരെത്തി. ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കടപ്പാട്ടൂർ. എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നല്ല ചൂട് കഞ്ഞി കിട്ടും. ഈ കഞ്ഞി കഴിച്ചിട്ടാണ് നമ്മൾ മല കയറുക. മല കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന് പ്രാധാന്യം വളരെ കൂടുതലാണ്. നല്ല ചൂട് കഞ്ഞിയും വെള്ളപ്പയർ ഉപ്പേരിയും നെല്ലിക്ക അച്ചാറും ഒക്കെയാണ് ഭക്ഷണം. പ്ലേറ്റ് കയ്യിൽ പിടിച്ച് വരുമ്പോൾ നെല്ലിക്ക അച്ചാറിൽ എൻ്റെ കഞ്ഞി മിക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് താല്പര്യമുള്ളവർക്ക് പുറത്ത് സംഭാവന കൊടുക്കാവുന്നതാണ്. 9:15 ഞങ്ങൾ എരുമേലിയിലെത്തി. ഇലുമിനേഷൻ ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ക്ഷേത്രം. കഴിഞ്ഞ തവണ ഞങ്ങൾ സ്പോട്ട് ബുക്കിംഗ് ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് ഞങ്ങൾ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യം അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് തിരക്ക് കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ നേരെ പമ്പയിൽ പോയി ആധാർ കാർഡ് കാണിച്ചാൽ മതി, അവർ കയറ്റി വിട്ടോളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അതിൽ സമയം വേസ്റ്റ് ആക്കിയില്ല. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പമ്പയിലേക്ക് തിരിച്ചു. ഒരു 11:30 ഞങ്ങൾ പമ്പയിലെത്തി. സാധാരണ ഉണ്ടാവാറുള്ള തണുപ്പ് പമ്പയിൽ ഉണ്ടായിരുന്നില്ല. തണുപ്പ് കുറവായിരുന്നു. ഈ കാണുന്നത് അവിടുത്തെ ടോയ്ലറ്റ് സമുച്ചയത്തിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഡ്രെയിനേജിൻ്റെ പൈപ്പിൻ്റെ പണി നടക്കുന്നതാണ്. എന്നോ തീർക്കേണ്ട പണിയാണ്, അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11:50 ഞങ്ങൾ മല കയറി തുടങ്ങി. അമ്മയുടെ 3ാമത്തെ മലയാണിത്. സാധാരണ പറയാറ് ആദ്യത്തെ മല അറിയാതെയും 2ാമത്തെ മല സ്വാമിക്കും 3ാമത്തെ മല അവനാനും വേണ്ടിയാണ് കയറുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ടൊക്കെ തന്നെയാണ് അമ്മയുടെ മലകയറ്റം. ചെറിയ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ഞങ്ങൾ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് മുകളിലേക്ക് കയറിയത്. പല ഭാഗത്തായിട്ട് ഭക്തന്മാർക്ക് കുടിവെള്ള വിതരണവും ബിസ്ക്കറ്റ് പോലുള്ളവയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 1:20 ഞങ്ങൾ സന്നിധാനത്തെത്തി. സത്യം പറഞ്ഞ 18-ാം പടി ഇത്രയും ഭംഗിയായിട്ട് ആൾത്തിരക്കില്ലാതെ കാണാൻ പറ്റുന്നോ, കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നോ ഒന്നും ഞങ്ങൾ വിചാരിച്ചതല്ല. സന്നിധാനത്ത് എവിടെയോ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലീക്കാണ് ഈ കാണുന്നത്. ഞങ്ങൾ വിരിവെക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. അന്നദാന മണ്ഡപത്തിന് സമീപത്തായിട്ടാണ് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത്. എല്ലാവരും വിരിയൊക്കെ വെച്ച് കെട്ടുനിന്ന് നെയ്ത്തേങ്ങയും മലരും അവിലും കാണിക്കയും മറ്റ് പൂജാ സാധനങ്ങളും എല്ലാം വേർതിരിച്ചു. എന്നിട്ട് ഓരോന്നിനും ഓരോരുത്തരാണ് പോയത്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പേര് മലരഭിഷേകത്തിനും ഒരാൾ നെയ്യഭിഷേകത്തിനും ബാക്കിയുള്ളവർ അരി കാണിക്ക ഇതൊക്കെ ഓരോരോ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാനും പിന്നെ കുറച്ച് പേര് പ്രസാദമായിട്ടുള്ള അരവണി അപ്പം വാങ്ങാനും അങ്ങനെ പോയി. നെയ്യഭിഷേകം മാത്രമാണ് ഇത്തിരി ലേറ്റ് ആയത്. ഏകദേശം 2:30 മണിക്ക് പോയിട്ട് 4:45 അഭിഷേകം കഴിഞ്ഞ് സ്വാമികൾ വന്നത്. അപ്പം ഞാൻ ഈ സമയത്ത് നമ്മുടെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന സ്വാമിമാരുടെ വിരിവെക്കലൊക്കെ കാണുമായിരുന്നു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇതിന്. ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ വിശ്വാസം കാണുമ്പോഴാണ് നമുക്ക് നല്ല റെസ്പെക്റ്റ് തോന്നുന്നത്. കാരണം ഇത്രയും ദൂരത്തു നിന്ന് നമ്മുടെ ആചാരങ്ങളൊക്കെ നോക്കി പാലിച്ച് വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് അവർ ഇത്രയും ദൂരത്തു നിന്ന് വരുന്നത്. പക്ഷെ ഇവരിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം അത് ഇതാണ്. പമ്പയിൽ തണുപ്പില്ലെങ്കിലും 3 മണി 3:30 ആയപ്പോഴത്തേക്കും സന്നിധാനത്തൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു. ഞങ്ങൾ വിരി വെച്ചാലൊക്കെ നനഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ ചൂട് കാപ്പിയൊക്കെ കുടിച്ചു. അമ്മ വിരി വെക്കിനോടത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കുള്ള കാപ്പി അവിടേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തു. അമ്മ മല കയറി വന്നതിൻ്റെ ക്ഷീണത്തിലാണ്. ചെറിയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും 5:45 തന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടി. 6 മണിയോടുകൂടി 18-ാം പടിക്ക് സമീപം തേങ്ങയും ഉടച്ച് സാധിച്ചാൽ ഇനി അടുത്ത തവണയും വന്നോളാമെന്ന് അയ്യനോട് വാക്കും പറഞ്ഞ് ഞങ്ങൾ മല ഇറങ്ങിത്തുടങ്ങി.